വലിയ രീതിയിൽ ഇന്റർനാഷണൽ ഫോറത്തിൽ നിന്ന് എല്ലാ പിന്തുണയും ഇങ്ങനെ പിടിച്ചെടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ പ്രതിനിധി അങ്ങോട്ട് പോയത്. ക്ലോസ് ഡോർ മീറ്റിംഗ് ആയിരുന്നു. വളരെ ശക്തമായ ചോദ്യങ്ങളാണ് ഈ പാകിസ്ഥാൻ പ്രതിനിധിയോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് മിസൈൽ പരീക്ഷണം നടത്തിയത്? ഐക്യരാഷ്ട്രസഭയാണ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ സുരക്ഷാ കൗൺസിലാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ മിസൈൽ പരീക്ഷണം നടത്തി? എങ്ങനെയാണ് നിങ്ങൾ അണുവായുധം പ്രയോഗിക്കുമെന്ന് ഭീഷണി മുഴക്കുന്നത്? ഈ രീതിയിലുള്ള കടുത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു പിന്തുണയും നിങ്ങൾക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ആ യോഗം അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് പാകിസ്ഥാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ആഭ്യന്തരമായി അതൊട്ടേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. രണ്ട്, അന്താരാഷ്ട്ര തലത്തിൽ ഇവർ വിചാരിച്ച ഒരു പിന്തുണയും ലഭിച്ചിട്ടില്ല. മറിച്ച് ഇപ്പുറത്താകട്ടെ അവരെന്താണ് ടാർഗറ്റ് ചെയ്തത്? ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ എന്താണ് ഒരു വിഭജനമുണ്ടാക്കി തമ്മിലടിപ്പിച്ചൊരു ആഭ്യന്തര സംഘർഷം രാജ്യത്തിനകത്ത് ഇന്ത്യക്കകത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുവെങ്കിൽ അതാദ്യം തന്നെ പൊളിഞ്ഞുപോയി. രണ്ടാമത്, ഒരു രാഷ്ട്രീയ വൈരമുണ്ടാക്കാനായിട്ട് ആളുകൾ തയ്യാറെടുക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അങ്ങനെ ഒരു രാഷ്ട്രീയ വൈരം യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി റാഞ്ചിയിലെ ഈ സമ്മേളനത്തിൽ വെച്ച് ഖാർഗെ നടത്തുന്ന ഈ പ്രസംഗം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയമായിട്ടുള്ള അത് വലിയ രീതിയിൽ വേണമെങ്കിൽ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ ഉപയോഗിക്കപ്പെടാവുന്ന ഒരു ആഭ്യന്തര വൈരുദ്ധ്യം ഇന്ത്യയിൽ സംജാതമായിരിക്കുന്നു. ഇതാ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ നേർക്കുനേർ വന്നിരിക്കുന്നു. അങ്ങനൊരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൂടാ. അതുകൊണ്ട് ഒരു അൺവാണ്ടഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു കോൺഗ്രസ് ഇക്കാര്യത്തിൽ. അതിനകത്തൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാവല്ല പറഞ്ഞത്, കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനാണ് അത് പറഞ്ഞിരിക്കുന്നത്.